ഷാമിൽ നിന്നുള്ളത് സുൽത്താനാവാനുള്ള കാരണം അജിനാസ് മൻസൂറിന്റെ Q&A നമുക്ക് കിടക്കാം. നിങ്ങൾക്ക് ക്രഷ് ഉണ്ടോ? ഹായ് ഗൈസ്. ഹലോ ഗൈസ്. മൈക്കോണല്ലേ ഗൈസ്? നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടോ നമ്മൾ എന്ത് വേണ്ടിട്ട് വന്നിട്ടുണ്ടെന്നല്ലേ? തമ്മിലാക്കൂല പൊട്ട. ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ സെക്കൻഡ് പാർട്ട്. എന്ത്? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. യെസ്, Q&A സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇട്ടപ്പോൾ വളരെ അധികം സപ്പോർട്ട് കിട്ടി. അതിന് മാത്രം, ബാക്കിലൊന്നും കിട്ടില്ല. കുഴപ്പമില്ല, സങ്കടമില്ല. അതിന് നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷെ അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വിട്ടുപോയി അല്ലേ? ഗൈസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, അതിന് വിട്ടുപോയി അടുത്ത വീഡിയോ പറയാന്ന് പറഞ്ഞു. പക്ഷെ ഇത് നടന്നില്ല. ഇല്ല. അപ്പൊ നമ്മൾ എന്താക്കി, ഒരു സെക്കൻഡ് പാർട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് അതാണ് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്റെ മാത്രമല്ല, ഇന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, 1-2 ഉള്ളൂ. ബാക്കി നമ്മൾ അജുനോട് ചോദിക്കും. അജുനോട് ചോദിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ എനിക്ക് ഓർമ്മ ഉള്ളതൊക്കെ ഞാനോട് ചോദിക്കും. ഓക്കെ. അപ്പൊ വി ആർ ഗോയിങ് ടു ദ അതിന്റെ ഞാനും പറഞ്ഞു, ബാക്കി കിട്ടുന്നില്ലല്ലോ. അല്ല ഗൈസ്, അപ്പോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വേറെ ലാഗ് അടുപ്പിക്കണമൊന്നുമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ വീഡിയോ ഓവർ ലെങ്ത് ആവില്ല അല്ലേ? ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ കുറേ നേരമായി. അപ്പോൾ അങ്ങനെ ലെങ്ത് ആയിന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഓവർ ലെങ്ത് ആക്കാതെ പറ്റണമാതിരി വീഡിയോ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കല്ലേ പരമാവധി. നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, വി ആർ ഗോയിങ് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ക്വസ്റ്റ്യൻസ് വല്ലാതെ ഓർമ്മയില്ല. പക്ഷെ അതിൽ ഞാൻ വിട്ടുപോയ മെയിൻ ആയിട്ടുള്ളത് എൻ്റെ ഏജും പിന്നെ നെയിമിന്റെ മെയിൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. എങ്ങനെ സുൽത്താൻ പേര് വന്നത്? അതന്നെ, എങ്ങനെ സുൽത്താൻ ഷാമിൽ നിന്നുള്ളത് സുൽത്താനായി. പിന്നെ ഇപ്പോഴും പലർക്കും അറിയില്ല നെയിമല്ലേ, ഡീപ് സ്റ്റോറി ഇൻ ബിഹൈൻഡ്. അപ്പോ ഏജ് ഞാൻ അപ്പൊ പറയാ, എനിക്ക് 90 എന്നുള്ള ഓർമ്മ. സത്യം മാത്രമേ വെളിപ്പെടും. അല്ല, ഇപ്പൊ 20 കുറച്ചേയുള്ളൂ ഗൈസ്. അപ്പൊ മനസ്സിലായി ഗൈസ്, എന്റെ ഏജ് ഇപ്പോ 20. അപ്പോ അതാണ് ഇപ്പൊ എന്റെ ഏജ്. പിന്നെ ഷാമിൽ നിന്നുള്ളത് സുൽത്താനാവാനുള്ള കാരണം അത് നമ്മള് പണ്ട് ഇൻസ്റ്റഗ്രാം തുടങ്ങുമ്പോ ടിക്ടോക്കിലാണ് ഷാമി സുൽത്താൻ എന്നല്ല, സീന് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്, ഷാമി പേര് മാറാനുള്ള കാരണം. അപ്പോ പണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ തുടങ്ങുമ്പോൾ ഞാൻ 9 അങ്ങനെ എന്തോ ആണ്, അതിന് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷെ ആ ടൈമിൽ ട്രെൻഡ് എന്താ വെച്ചാലേ, നമ്മൾ ഈ ഇൻസ്റ്റയിൽ പേര് നമ്മളതെല്ലാം ഇടുക, നമ്മൾ ഈ നിക് നെയിം ആയിട്ട് എന്തെങ്കിലും ഇടും. അത് നിങ്ങളവിടെ ഉണ്ടായിരുന്ന പേര് മാറ്റിയത് നന്നായിട്ട്. അപ്പോ അങ്ങനെ പേര് മാറ്റിയതാണ്. അപ്പൊ എല്ലാരും ഓരോ പേരിട്ടപ്പോ ഞാൻ എന്താക്കി, ഞാനന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നെയ്മറിന്റെ വലിയൊരു ഫാനാണ്. അപ്പോ നെയ്മറിനെ നമ്മളെ ഇവിടെ അങ്ങനെ സുൽത്താൻ എന്നല്ല വിളിക്ക. അപ്പോ എനിക്ക് അങ്ങനെ എന്നെ വിളിച്ച് കേൾക്കാൻ നല്ല ആഗ്രഹം. അപ്പൊ എന്താക്കി, അങ്ങനെ ഞാൻ സുൽത്താൻ പേരിട്ടത്. സത്യം പറഞ്ഞതാണ് ഗൈസ്. അങ്ങനെയാണ് ഷാമി എന്നുള്ളത് സുൽത്താനായി മാറിയത്. ഞാൻ പിന്നെ അന്ന് ഫുട്ബോളിലൊക്കെ ഭ്രാന്ത് നിട്ടക്ക്, അങ്ങനെ നെയ്മറിന്റെ നല്ല ഫാനായിട്ട് അങ്ങനെ ഇട്ടതാണ്. ഫുട്ബോളിന്റെ ഭ്രാന്ത് ഇപ്പോഴും ഉണ്ട്, അത് പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇട്ടതാണ് ഞാൻ. അപ്പോ അങ്ങനെയാണ് എനിക്ക് ഷാമി എന്നുള്ളത് സുൽത്താനായത്. അത് ഞാൻ ഇട്ടതല്ല, അത് വേറെ ആരും ഇട്ടൊന്നല്ല. വേറെ ആരും ഇടാനല്ലേ, നമ്മളങ്ങനെ മാറ്റിയപ്പോ അങ്ങനെ ഇട്ടതാ. ഓക്കെ, അതാണ് ഇപ്പോ മെയിൻ ആയിട്ട് എന്നോട് ചോദിച്ചിരുന്നത് 2 ഇത്. പിന്നെ എന്തിനാ ചോദിച്ചിരുന്ന? താത്താരെ കാണിക്കണം വീഡിയോയില്, താത്താരെ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നത്. താത്താരത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. താത്താര് നാട്ടിലില്ല. അപ്പോ അതാണ് മെയിൻ ആയിട്ട് ഞാൻ താത്താരെ കാണിക്കാത്തത്. താത്താരെ നാട്ടിലില്ല, താത്താരെ ഞാൻ എങ്ങനെ കാണിക്കാനാ? രണ്ടാളും വരും. രണ്ടാള് UAE-ലാണ്. അപ്പോ അവിടുന്ന് എന്നാ വരാന്ന് അറിയില്ല. വരും ഇൻഷാ അള്ളാ, വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു വന്ന എന്തേലും നമ്മള് വ്ളോഗിൽ കൊണ്ടുവരുമോ? അപ്പൊ ഞാൻ കൊടുന്നില്ലെങ്കിൽ ഒരു വരും വ്ളോഗില്. അപ്പൊ ഒരു പറഞ്ഞ് നാട്ടിൽ നിന്ന് വ്ളോഗൊക്കെ എടുക്കണം. അപ്പോ താത്താരതാണ് കേസ്. പിന്നെ ഇപ്പം അവിടെ തന്നെയാണ്. അതാണ് ഓരോ മൂന്നാള് നമ്മളെ വ്ളോഗിൽ കൊണ്ടുവരാൻ പറ്റാത്തത്. പിന്നെ നമ്മളാണ്ട് പോണം. അപ്പോ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോ ഇന്റെ ഇത് ഓവറായില്ല.
അപ്പൊ ഗൈസ് എന്നോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു മെയിനായിട്ട് അതിൽ വിട്ടുപോയത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞേ. അപ്പോ നമുക്ക് ഇനി അജിനാസ് മൻസൂറിന്റെ Q&A നമുക്ക് കിടക്കാം. അജു കമ്മിറ്റഡ് ആണോ? അജു എത്ര ഇയർ ആയി കമ്മിറ്റഡ് ആയിട്ട്? ആണോ? അല്ല ഞാൻ പറയാ അല്ല കമ്മിറ്റഡ് ആണല്ലോ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടില്ല, പിന്നെ ഇങ്ങനെ ഇയർ ചോദിച്ചേക്കാ. പിന്നെ പിന്നെന്താ എന്താ ചോദിക്കാനുള്ളത്? അജുന്റെ വീട് കറക്റ്റ് എവിടെ? അജുന്റെ ഏജ്, പിന്നെന്തൊക്കെ അറിയാണ്ട്? അജുന് ക്രഷ് ഉണ്ടോന്ന് അതിന്റെ വീഡിയോ പറഞ്ഞു, എന്നാലും ഒന്നും കൂടി പറയാം. പിന്നെന്തൊക്കെ പറയാനുള്ളത്? അതൊക്കെയല്ലേ ചോദിക്കാം. അപ്പൊ നമ്മള് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇനി നമ്മൾ അജുനോട് ചോദിക്കാം. ഓക്കെ, നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏജ് തന്നെ തുടങ്ങും. അല്ല വേണ്ട, ഫസ്റ്റ് ഫുൾ നെയിം. ഫസ്റ്റ് മൂടല്ല ഫുൾ നെയിം. അപ്പോ ഇനി പിന്നെ എനിക്കിപ്പോ ആകെ 2 നെയിം ഉള്ളു, പക്ഷെ നമ്മളെ അജിനാസിന് കൊറേ നെയിം ഉണ്ട്. അപ്പോ ലിസ്റ്റ് ഉണ്ട്, അതിപ്പോ വായിച്ചു തരും എത്ര നെയിം ഉണ്ട്. മെയിൻ ആയിട്ട് അജ്ദിൽ മൻസിൽ, സെക്കൻഡ് അജ്മൽ, തേർഡ് അജാക്സ്, മൻസർ, അജ്സൽ, അൻസിൽ. എത്ര ഉണ്ട് ടോട്ടല്? നിലവിൽ ഇത്ര കണ്ടത് 7 പേരെ ഇപ്പൊ നോർമൽ കണ്ടത്. ഗൈസ് എന്റെ പേര് ശരിക്കും അജ്നാസ് മൻസൂർ എന്നാണ്. അപ്പോ ഇതാണ് അവസ്ഥ. അപ്പൊ ചെക്കന് ഇപ്പൊ നിലവിൽ കുറെ പേരുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഒരു സ്നേഹത്തോടെ വിളിക്കാനല്ലേ അതുകൊണ്ടാണ് അജ്ദിൽ മൻസിലല്ലേ. കുഴപ്പമില്ല നിങ്ങൾ സ്നേഹത്തോടെ വിളിക്കണ നമ്മളെന്ത് സ്വീകരിക്കും, തെറിയല്ലാത്ത എന്തു. അജാസ് അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ എനിക്ക് നിലവിൽ 2 നെയിം ഉള്ളൂ, പക്ഷെ എനിക്ക് 7 പേരൊക്കെ ഉണ്ട്. ഒരാളെ പോലെ 7 പേരുണ്ടാവും ചിലപ്പോ. അതാവും ചിലപ്പോ. അങ്ങനെ ഇനിയിപ്പോ ചോദിക്കാനുള്ളത് എന്താ, ഏജ്. അജിനാസിന്റെ ഏജ്, അജൊരു യങ് ബോയ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് എത്ര തോന്നും അത് നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം. കണ്ടിട്ട് എത്ര തോന്നി നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഒരു തോട്ടിൽ എത്ര വരണേന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയണം. അപ്പൊ കുറച്ചാക്കെങ്കിൽ തെറ്റും, കുറച്ചാക്കല്ല തോനാക്ക് തെറ്റും. ഞാൻ പറഞ്ഞു തോനാക്ക് തെറ്റും. നിങ്ങളാരും അങ്ങനെ ഒരു പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ നിങ്ങള് ഓനോട് നമുക്ക് ഏജ് വെളിപ്പെടുത്താനുള്ള ടൈമായി ഗൈസ്. വെളിപ്പെടുത്താനായോ? കമന്റ് ചെയ്യട്ടെ. കമന്റ് ചെയ്യപ്പോ ഇവിടുന്ന് ഇപ്പൊ നോക്കാൻ പറ്റില്ല, നമ്മൾ കമന്റ് ചെയ്തൊന്നുമില്ലേ, ഇത് വീഡിയോ ഇട്ടല്ലേ നോക്കാൻ പറ്റുള്ളൂ. അത് ശരിയാ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തതിന് ശേഷം കേൾക്കാം. അല്ല അത് ഒരു കമന്റ് ചെയ്തോ, ഒരു പറയാലോ. അങ്ങനെ കമന്റ് നോക്കാം. ഇവർ നമ്മളപ്പോ വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇരിക്കൂല കമന്റ് ചെയ്യാ. എടാ നമ്മ വീഡിയോ ഇട്ടില്ലേ, അപ്പൊ ഇട്ടിട്ട് ഇവര് നമ്മ എന്താ പറഞ്ഞത് ഏജ് കമന്റ് ചെയ്യാൻ. അപ്പൊ പക്ഷെ നമ്മ ഇപ്പൊ ഏജ് പറയണ്ടല്ലോ, അപ്പൊ നമ്മളെ ഏജ് കേട്ടതിന് ശേഷം ആയിരിക്കും കമന്റ് ചെയ്യാ. അപ്പൊ അവര് ശരിയായിരിക്കുമല്ലോ. അതല്ല, ഓർക്ക് തോന്നിയതാ പറയാൻ പറഞ്ഞത്. അവർക്ക് ഇപ്പൊ എന്നെ കാണുമ്പോ തോന്നൂലേ ഇത്ര ഏജ് ആണെന്ന്. അങ്ങനെ അതാട്ടോ പറഞ്ഞത്. അതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. എല്ലാവരും ഓർക്ക് അങ്ങനെ പറഞ്ഞവര്. അവ ഗൈസ് ഓന്റെ ഇന്ന് ഏജ് പറഞ്ഞോ, ഏജ് എത്ര? ഗൈസ് എനിക്ക് 2, 3. ഇത് പൊന്തും അതാണ്. 23 ആയി ഗൈസ്. 23. അപ്പോ എനിക്ക് 20, എനിക്ക് 23. 24 ആവാനായില്ലേ? 24 ആവാനായില്ല, ഡിസംബറിലാണ്. December 4. അതാണ് അവന്റെ ബർത്ത്ഡേ ഡേറ്റ് ഇട്ട്. അവൻ പറഞ്ഞോ ബർത്ത്ഡേ ഡേറ്റ് ഡിസംബർ. അറിയില്ലേ? മറ്റേ ഗാന്ധിജിന്റെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ബാക്കിൽ ബ്ലോഗ് എടുത്ത് നടന്നത് ആ കാലത്ത് ജനിച്ചതാ. അപ്പോ ഗൈസ് അപ്പോ ഏജ് 23. പിന്നെ ബർത്ത്ഡേ പറഞ്ഞോളാം. എന്നാലും എനിക്കൊരു ഇതില്ല. 4/12/2001. 2001. 1 ഡിസംബർ. അതാണ് എന്റെ 4 വയസ്സിന് മൂത്തതാജി. അനക്ക് എത്ര? 2005. 23. അതല്ല അത് ഞാൻ ആവും പറയാ. അതിപ്പോ ആവൂലേ? അപ്പോ ഇനി പിന്നെ ചോദിക്കള. ഇനി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കാം. അപ്പൊ ഓക്കെ. അപ്പൊ അജുന്റെ ഏജ് അറിഞ്ഞി, അജുന്റെ വയസ്സറിഞ്ഞെന്ന് പറയാൻ പറഞ്ഞേ. അജുന്റെ നെയിം ഫുൾ എന്താ അറിഞ്ഞി. പിന്നെ ഇനിയിപ്പോ എന്താ ഉള്ളത്, നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓവർ ലാഗ് ആക്കണ്ട. അജുന് അഫയർ ഉണ്ടോ? അജു കമ്മിറ്റഡ് ആണോ? ഓക്കെ മലയാളം പറയാം. അജു കമ്മിറ്റഡ് പറഞ്ഞ മലയാള അല്ല അല്ലേ? അഫയർ പറഞ്ഞ അങ്ങനല്ല പൊട്ട. അഫയർ പറഞ്ഞാൽ ഇതന്നെ അവിഹിതം അതല്ല പൊട്ട. അഫയർ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ തന്നെയാണ്. അല്ല അവിഹിതത്തിന് അഫയർ എന്നാ പറയാ.
അല്ല അപ്പൊ അവീതത്തിന്റെ ഇംഗ്ലീഷ് എന്താ? അതൊക്കെ അറിയില്ല. നമ്മളെ അവീതത്തിന്റെ ആൾക്കാരല്ലല്ലോ, നമ്മളെന്തിനൊക്കെ പഠിക്കണം. ഗൈസ് എന്താ എന്നോട് ചോദിച്ചാ? കമ്മിറ്റഡ് ആണോന്ന്. ഓക്കെ ഗൈസ്, കമ്മിറ്റഡ് അല്ല ഗൈസ്. കമ്മിറ്റഡ് അല്ല മീൻസ് എന്താ, മുമ്പ് പണ്ട് ജസ്റ്റ് കിട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്നുണ്ടായിരുന്നു. അത് ലൈനെന്നൊന്നും പറയാം. അങ്ങനെ എനിക്ക് പണ്ട് അങ്ങനെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല ഗൈസ്, അതാ പറഞ്ഞ എനിക്ക് പോലും അറിയില്ല അത്. അങ്ങനല്ല, ഐ മീൻ അത് ലൈനാന്ന് എനിക്കറിയില്ല. ബട്ട് അത് ലൈനാണ്. പറഞ്ഞു ഓക്കെ ഗൈസ്. അപ്പൊ അങ്ങനെ മുമ്പ് ഒന്നുണ്ടായിട്ടുണ്ട്. ബട്ട് എന്താ ഇങ്ങനെ ചെറിയ മറ്റേ നമുക്കിങ്ങനെ ഒരാൾക്ക് തോന്നൂലേ ആ ടൈം, അപ്പൊ അങ്ങനെ തോന്നിയ. ബട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞ. കുട്ടീനായിട്ട് കമ്മിറ്റഡ് ആവോ? നോ Why? വേ, ബിക്കോസ് കമ്മിറ്റഡ് ആയാൽ ലോക്കാവും. ലോക്കാവും. അപ്പൊ താങ്കൾ കല്യാണം കഴിക്കില്ല? അപ്പൊ എന്ത് ചെയ്യും? പറയൂ പറയൂ ബ്രോ, കം ഹിയർ. ഫാസിലെ കൈ അടയുന്നു. ഫാസിൽ അവിടെ നിന്ന് ബാക്ക് കുറച്ചേരം വേണ്ടി പിടിക്കും. ഫാസിലെ പ്ലീസ്. കല്യാണം അത് പിന്നെ ഇല്ലതല്ലേ. ഞാനൊരു പിന്നെ പ്രായായി, കല്യാണം കഴിക്കാനുള്ള പ്രായായി. എനിക്ക് ഒരു നല്ലൊരു എന്താ വർക്ക് കിട്ടണം. എന്നിട്ട് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ മാരേജ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു നല്ല കുട്ടിയെ കെട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ നോക്കി വെക്കണം എന്നൊക്കെ പറയുന്നു. നോക്കി വെക്കണം. ഇപ്പൊ ഒരാളെ നോക്കി വെക്കണത് അല്ലേ? ലവ് മാരേജിനോടാണ് ഇൻട്രസ്റ്റ് അതോ അറേഞ്ച്ഡ്? പെണ്ണ് കിട്ടിയാ മതി. സത്യമായിട്ട് ലവ് മാരേജ് ആയാലും മാരേജ് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അനക്കപ്പോ രണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ലവ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബിക്കോസ് ബെറ്റർ. അങ്ങനെ എനിക്കറിയാം. അല്ല ഞാൻ പറയാം, അമ്മക്ക് പറയാലോ. ഓക്കെ, അതുകൊണ്ടല്ലേ നമ്മള് ബെറ്റർ അങ്ങനെ പറയാലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടെ അറിയല്ലോ. അതാ പറഞ്ഞേ. പെട്ടെന്ന് നമ്മിപ്പോ എന്താ ഒരു സാധനം മേടിക്കുമ്പോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഫുള്ള് സെറ്റ് ആയിട്ട് മേടിക്കുമ്പോ നമുക്ക് അതിനെ കുറിച്ച് അറിയും. അല്ലാണ്ട് നേരെ ഒരു കടയിൽ പോയിട്ട് കേട്ടാ അത് 1 കിലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്യും ആ പെണ്ണ് എങ്ങനെയാ. പിന്നെ എങ്ങനെ കുറച്ച് അറിയണം എന്ന് പറയുന്നത്. അങ്ങനെ. അപ്പൊ ലവ് ആണ് ബെറ്റർ. അപ്പൊ ഓക്കെ. അപ്പൊ ഫാസ്റ്റിലൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി കുറച്ചു നേരം. അപ്പോ ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലവിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇപ്പോ താങ്കൾക്ക് ക്രഷ് ഉണ്ടോ? സപ്പാനി പറയ്. ക്രഷ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ക്രഷ് ഉണ്ടായില്ലേ? വൈശുവിന് ക്രഷ് ഇല്ലേ? അപ്പൊ എനിക്ക് ക്രഷ് ഇല്ലേ? ഗൈസ്, ക്രഷ് ഇല്ലാത്ത ആരും ഇല്ല ഗൈസ്. അപ്പൊ എനിക്ക് ക്രഷ് ഉണ്ട്. ക്രഷ് ഇല്ല പറയുന്നില്ല, എടുത്തു പിടിച്ചോ പറഞ്ഞോ. ഗൈസ്, ക്രഷ് ഉണ്ട്. 1 ക്രഷ്. അതൊരു ക്രഷ് മാത്രമാണ്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ക്രഷ് ഉണ്ട്. ക്രഷ് ഒരു ക്രഷ് ഉണ്ട്. ഒരു ക്രഷ് ഉണ്ട് ഗൈസ്. ഉണ്ട്. ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ക്രഷിനോട്. അല്ല ശരിക്കും അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയണത് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ക്രഷുള്ള കാര്യം പറയണത്. ആ ക്രഷിന് വേറെ ആളായിട്ട് റിലേഷൻ അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് ക്രഷുള്ള കാര്യം നമ്മൾ ഇഷ്ടമായി ഞാൻ പറഞ്ഞിട്ടില്ല എല്ലായിടത്തും പറഞ്ഞു. നമുക്ക് ക്രഷിനെ എല്ലാരും വരില്ലല്ലോ. അയാളടുത്ത് പറഞ്ഞോ? ക്രഷ് പറഞ്ഞത് അയാളടുത്ത് പറഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്തെന്ത് പറഞ്ഞു? ക്രഷ് പറഞ്ഞ് പൊടോട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ ഗൈസ് ഞാൻ എന്തിട്ടാ പറയാത്തത്? ഇല്ലട്ടാ, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ക്രഷുള്ള കാര്യം നമുക്ക് പറഞ്ഞു പോയില്ല, തെറ്റൊന്നുമില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഇനിയിപ്പോ ചോദിക്കാല്ലേ, ബാക്കി നമ്മൾ ഇതിൽ ചോദിക്കാം. അപ്പൊ ഗൈസ്, പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് കിട്ടിങ്ങിന്റെ ചാനല് അത് കുറെ ആൾക്കാരുടെ ഡൗട്ടാ. ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞു, ബ്രോഡ്കാസ്റ്റിലും സ്റ്റോറി ഇട്ടിരുന്ന സ്റ്റോറി ഇട്ടില്ല. ബ്രോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞാണ്. അപ്പോ അതിൽ പറഞ്ഞിരുന്നു യൂട്യൂബിലുള്ളവർക്ക് അറിയില്ല ഈ കാര്യം. അപ്പൊ നിങ്ങൾ അറിയാതെ ഞങ്ങളെ ചാനലായി വിചാരിച്ചിട്ട് നിങ്ങൾ പോയിട്ട് കുറെ ആൾക്കാർ സബ് ചെയ്തിരുന്നു. നമ്മള് ജസ്റ്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങാൻ പോവായിരുന്നു. ബട്ട് അതിന് മുമ്പേ നിങ്ങൾ ജസ്റ്റ് ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വേറൊരു യൂട്യൂബ് ചാനൽ വന്നായിരുന്നു, ജസ്റ്റ് ഈറ്റിംഗ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ചാനലല്ല ശരിക്കും. അതിപ്പോ എല്ലാരും വിചാരം ജസ്റ്റ് ഈറ്റിംഗ് ചാനലാണെന്നാണ്. അതിപ്പം തന്നെ എത്ര 80 സംതിങ് ആയി തോന്നുന്നല്ലേ? അത്ര മറ്റായി. അത് നമ്മുടെ ചാനലല്ല. അധികം ആൾ വന്നിട്ട് ഒരു നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്ക് ശരിക്കും യൂട്യൂബ് ചാനൽ ഇല്ല. ജസ്റ്റ് ഇട്ടിങ് യൂട്യൂബ് ചാനൽ ഇല്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ബട്ട് ഇപ്പൊ ആ ഒരു ചാനൽ ഉണ്ടായിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതാ. അത് ആരാന്നറിയില്ല. ഒന്നെങ്കിൽ ആ പേര് ഒന്ന് മാറ്റണം. അതന്നെ മെയിൻ ആയിട്ട് വെച്ചാൽ അത് ഞങ്ങളുടെ ചാനലല്ല. ഈ വീഡിയോ എന്തായാലും കാണും ആ ആള്. അപ്പോ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ എല്ലാരും അറിഞ്ഞു ആ ചാനല്
എന്താണ് ഞങ്ങളതെല്ലാം. അപ്പൊ ഇനി പേര് മാറ്റുന്നല്ലേ? ആ പേര് മാറ്റുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെൽപ്പായിന്ന്. ആ. കാരണം നമുക്ക് തുടങ്ങിയ ചാനൽ. കാര്യമായിട്ട് അപ്പൊ ഇതുകൊണ്ട് അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. നമ്മൾ ഇടുന്ന സ്റ്റോറിയും എന്തും വന്നിട്ട് ഇടുക. പിന്നെ എനിക്ക് കുറെ ഷോർട്സ് ഇടാൻ കഴിയണില്ല, കാരണം ഞാൻ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. കാരണം അപ്പോത്തിന് അതിൽ പോയി വിൽക്കുകയാണ്, അതിൽ ആദ്യം തന്നെ പോയി ഇടുകയാണ്. അപ്പോ എനിക്ക് കോപ്പിറൈറ്റ് ഒക്കെ വരുന്നുണ്ട്, കുറെ ഷോർട്സ് ഇടാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളെ Q&A പാർട്ട് 2 ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും മിസ്സായിക്കണമെന്നൊന്നും അറിയില്ല. അപ്പോ അത് നമ്മള് കമന്റിൽ നിങ്ങൾ പറയാ. അപ്പൊ കമന്റിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ റിപ്ലൈ തരും. ഓക്കെ. ഇനിയിപ്പോ സപ്പാന്റെ എന്തെങ്കിലും അറിയണമെന്നൊന്നും അറിയില്ല, അത് സപ്പാൻക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റയിൽ. അപ്പം പറഞ്ഞുതരുമല്ലോ. അപ്പൊ അത്ര കൊള്ളും. അപ്പൊ ഇതുവരെ വീഡിയോ ഇരുന്ന് ഫുള്ള് കണ്ട എല്ലാവർക്കും എന്റെ പേരിലും സുലുവിന്റെ പേരിലും സപ്പാന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും നന്ദി. അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മണിബെല്ല് അടിച്ചു പൊട്ടിക്കുക. ഗൈസ്. പിന്നെ വേഗം എന്തേലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ കമന്റില് മിസ്സായിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ. അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ ഗൈസ്. ഞാന് പിന്നെ പറയാം. എന്നാ അടുത്തൊരു മിനിറ്റ് നേരത്തെ വെച്ചത് ഇങ്ങനെ അവിടെ കട്ട് ചെയ്യണേ. ഓക്കെ. അപ്പൊ ഗൈസ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പൊ ഓക്കെ, ബൈ. മതി. കൊച്ചു പോണാലും